ഹലോ 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 ഹലോ. ഓക്കെ, നമ്മളിപ്പോൾ വന്നേക്കുന്നത് കുട്ടിക്കാനത്താണ് കേട്ടോ. നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് നല്ലൊരു കോടയൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ടുള്ളൊരു വൈബിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം എല്ലാ കോടയൊക്കെ ക്ലിയറായി നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. നല്ല രസമുണ്ട്. നമുക്ക് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള, നമ്മുടെ ചാനലിൻ്റെ പേര് പോലെ തന്നെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണിപ്പോൾ. ഞങ്ങൾ ഇന്നത്തെ യാത്ര കുട്ടിക്കാനത്തിനല്ല കേട്ടോ. ഞങ്ങളുടെ യാത്ര ആക്ച്വലി തേക്കടിക്കാണ്. അപ്പോൾ തേക്കടിക്ക് പോകുന്ന വഴിക്ക് കുട്ടിക്കാനത്തെ ആ ഒരു മഞ്ഞും മഴയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നിർത്താണ്ടിരിക്കാൻ തോന്നിയില്ല. ഞങ്ങൾ ഇവിടെ നിർത്തി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിർത്തിയാണ്. കുട്ടിക്കാനത്തേക്കുള്ള യാത്രയിൽ മുണ്ടക്കയത്ത് നിന്ന് നമ്മൾ പതിയെ പതിയെ മല കയറി തുടങ്ങുമ്പോൾ തന്നെ പ്രകൃതി മൊത്തത്തിൽ മാറി തുടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ട് സൈഡിലും കംപ്ലീറ്റ് പച്ചപ്പാണ്. അത് മഴ പെയ്ത് നിൽക്കുകയാണെങ്കിൽ പറയേണ്ട കാര്യമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കോട കയറി വരുന്നു, ചാറ്റൽ മഴ ഒക്കെ ആയിട്ട് നല്ല രസമുള്ള കാഴ്ചകളാണ് രണ്ട് സൈഡിലും കാണാനായിട്ടുള്ളത്. നമ്മളിതാ പാഞ്ചാലിമേടിന് തിരിയുന്ന ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആദ്യം കാണുന്ന വെള്ളച്ചാട്ടമാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം. പണ്ട് ഇവിടെ ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്രയും കടകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നിറച്ച് വണ്ടികളാണ്, നിറച്ച ആൾക്കാരാണ്. ഈ മഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് ഇവിടെ ഒരു തവണയെങ്കിലും വന്നിട്ടുള്ള ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. നമ്മുടെ സ്വന്തം കുട്ടിക്കാനാണ് കേട്ടോ. നമുക്ക് ഈ ഫുൾ കോടയാണ്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ മുണ്ടക്കയത്തുനിന്ന് കുട്ടിക്കാനത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഭൂപ്രകൃതി മൊത്തത്തിൽ മാറും. അത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു അറ്റ്മോസ്ഫിയറേ അല്ല നമുക്ക് ചുറ്റും പിന്നെ കാണുന്നത്. ഈ കാണുന്ന ഒരു 25 മീറ്ററിന് അപ്പുറത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ വിസിബിലിറ്റി തീരെയില്ല. മൊത്തത്തിൽ കോടമഞ്ഞ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഐഷു? ഐഷു കുറേ നേരമായിട്ട് തേക്കടി കട്ടപ്പന തേക്കടിക്കാണ് പോകുന്നത്. ഐഷു രാവിലെ തൊട്ട് തേക്കടി എന്നുള്ളതിന് കട്ടപ്പന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നോട് ഒരാൾ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു അതെ എങ്ങോട്ടാ പോകുന്നത് കട്ടപ്പനയ്ക്ക്. കുഞ്ഞാൾക്ക് ഇഷ്ടമായി. അതെ അതെ, കുഞ്ഞാവ് ഹാപ്പിയാണ്. അതെ അതെ, ചെറിയൊരു തണുപ്പുണ്ട്. അതെ, ഇതാ നല്ല ഒരു സീനറിയാണ് ഇപ്പൊ കാണുന്നത് അല്ലേ. നല്ല രസമുണ്ട്, നല്ല പച്ചപ്പ്, ആ പുറയിലായിട്ട് കോട. ഇനി ഒരു മഴയ്ക്കുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നുണ്ട്. A smile upon your face, and I see something shimmering in your eyes. And they say if you want to glimpse the future, you need space. And you said you'll put down your morning gun. Would you follow me to one? Beside me in a world of thunder, fear is an imposter. നമ്മളിപ്പം ചുരുളി ഫോൾസ് സുരുളി തമിഴില് സുരുളി എന്നാണ് പറയുക. ഞാൻ വിചാരിച്ചു ചുരുളി. നമുക്ക് ചുരുളി എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല. ചുരുളി ഫോൾസിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻട്രിക്കായിട്ട് ഒരു 20 രൂപ എൻട്രി ഫീസ് ഉണ്ട്. അതുകൊണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് സ്ഥലമുണ്ട്, ഒത്തിരി സ്ഥലമൊന്നുമില്ല. നമ്മൾ സ്ഥലം കണ്ടുപിടിച്ച് പാർക്ക് ചെയ്യുകയാണ് ചെയ്തത്.
തമിഴിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ. 8 മണി 4 മണി അങ്ങനെ ആയിരിക്കും അല്ലേ ടൈമിങ്. വലിയ മരം. എത്ര വർഷം പഴക്കമുണ്ടാവില്ലേ ഈ മരങ്ങൾക്കൊക്കെ? ആ, ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇടതുവശമായിട്ടൊരു അമ്പലമൊക്കെ കാണുന്നുണ്ട്. കുറേ പേര് അങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ബലി ഇടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. കുറേ പേരങ്ങനെ ബലി തർപ്പണത്തിൻ്റെ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ വരുന്ന വഴിക്ക് കുളിക്കാനുള്ള കുളിക്കാനുള്ള ഷോയോ? കുളിക്കാനുള്ള ഷോ അല്ല, കുളിക്കാനുള്ള സോപ്പ്, ഷാമ്പു അങ്ങനെയൊക്കെ അവിടെ ഉണ്ട്. തോർത്തും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, വാങ്ങിക്കാൻ കിട്ടും. താരു എഴുന്നേറ്റിരിക്കുക. താരും എഴുന്നേറ്റിരിക്കുക. താരു ഓ ഉറക്കം വരുന്നുണ്ട്. ഓ അതിന്റെ ഒരു വലിപ്പം ഞാൻ അടുത്തേക്ക് വന്നപ്പോഴേ എനിക്ക് അത്രയും ഫീൽ ചെയ്തത്. ഭയങ്കര വലിപ്പം. വലിയൊരു അപ്പൂപ്പൻ മരമാണ്. എൻട്രി ഫീസ് കൊടുക്കണം തോന്നി, ചോദിച്ചോണ്ട. ആ എല്ലാം തമിഴിലാണ് എഴുതി വെച്ചേക്കുന്നത്, എനിക്കാണ് ഒന്നും വായിക്കാൻ അറിയില്ല. ഇവിടെ ഉണ്ടോ ഇംഗ്ലീഷിൽ? ഒന്നും മനസ്സിലാവുന്നില്ല. 20-35 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഗൂഗിൾ പേ കേസ് മുടോ. ഗൂഗിൾ പേ ഇല്ല. അവിടെ ഒരു ചെറിയ പാർക്ക് പോലെ കാണുന്നുണ്ട്. കുഞ്ഞ് ടൂറിസ്റ്റ് സ്പോട്ട്സ് ആണ്. ഓക്കെ. ചിന്ന സുർലി ഫോൾസ്. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് ഒരാൾക്ക് 20 രൂപയാണ് വരുന്നത് അഡൽസിന്. കുട്ടികൾ 5 തൊട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 10 രൂപ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ കാണിക്കണം. കാണിച്ചു കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് കടത്തി ഇങ്ങോട്ട് കടത്തി വിടുള്ളൂ. ഇത് നമ്മളവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് 1/2 കിലോമീറ്റർ നടക്കാനുണ്ട് ഫോൾസിൻ്റെ അങ്ങോട്ടേക്ക്. അപ്പോൾ ഇതൊരു നടന്നു പോകുന്ന ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണെന്നാണ് പറഞ്ഞത്. വല്ലാത്ത എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലാണ് കേട്ടോ പറഞ്ഞത്. ഈ ഒരു റൂട്ട് കാണാൻ നല്ല രസമാണ്. ഫുള്ള് മരങ്ങളായിട്ട് ഒരു കാടിന് നടുക്കൂടെ നടക്കുന്ന ഒരു ഫീൽ. കാടാണ് ആക്ച്വലി, ഫോറസ്റ്റിന്റെ ഏരിയ ആണിത്. അതെ, ഫ്രണ്ടില് മലയും കോടയൊക്കെ ഉണ്ട്. എന്ത് രസമാണെന്ന് നോക്കിയാൽ, മഴയൊക്കെ പെയ്തിട്ട് നല്ല പച്ചപ്പാണ്. ഇങ്ങോട്ട് നോക്കിയാലും നല്ല പച്ച കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കോട ഇടയ്ക്ക് അങ്ങ് മുകളിലായിട്ട് നമുക്ക് കോടയും കാണാം, മലയുടെ മുകളിലായിട്ട്. എനിക്ക് ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ക്യാമറയിൽ അത്രയ്ക്ക് കാണാൻ പറ്റില്ല. ഈ വരുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സാണ് കേട്ടോ. നമുക്കൊന്നിൽ നടന്നു പോവാം, അല്ലെങ്കിൽ ഫോൾസ് വരെ ഇവർ ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. താരു ആക്ച്വലി പച്ചപ്പും മരങ്ങളും ഒക്കെ കണ്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നതിനേക്കാളും ഭയങ്കര എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്നത്. നമുക്കിങ്ങനെ പതുക്കെ എൻജോയ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഒരു പേസിൽ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാം. ഈ കാഴ്ചകളൊക്കെ കണ്ട് വേണമെങ്കിൽ ഇടയ്ക്ക് നിർത്താം, ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കാം. ഇതൊക്കെ അവോളം എൻജോയ് ചെയ്യാം. അത് നമുക്ക് ബസ്സിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു സുഖം കിട്ടില്ല അല്ലേ. പിന്നെ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് 2-3 പേര് വന്നിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ ഉള്ള ഒരാൾ പറഞ്ഞു നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരാൾ വന്നിട്ട് സംസാരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു റെക്കഗ്നീഷനാണ്. ഒരാൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അതെ, കൊല്ലത്തും അതെ വീഡിയോ ഒന്നും എടുത്തില്ല. അവർ കൊല്ലത്തുനിന്ന് വന്ന ഒരു 3 പേരാണ്. അപ്പോൾ എന്തായാലും കണ്ടതിൽ ഒത്തിരി സന്തോഷം.
ഭയങ്കര സന്തോഷമാണ്. കുറേ നാളുകൾ അവള് നമ്മുടെ 4 ചുവരുകളും ആകാശമല്ല സീലിങ്ങും ഒക്കെ കണ്ട് മടുത്ത് കിടന്നാണ്. കറങ്ങുന്ന ഫാനും ഒക്കെ കണ്ട് കിടന്നതാണ് പാവം. ഇപ്പോൾ അവൾ കുറേ പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. ഹാപ്പിയാണ് അവള്. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. കുറച്ച് ദൂരമുള്ളതാ, അത് വെള്ളിലേക്ക് കാണുന്നുണ്ട് അവിടെ. ഇതാ നമ്മൾ അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. അടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെ വരെ ചെല്ലാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും നമ്മൾ കുഞ്ഞു കയ്യിലുള്ളതുകൊണ്ട് തൊട്ടടുത്തേക്കൊന്നും പോയില്ല. നിറച്ച ആളുകളാണ് അവിടെ. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെ ഒത്തിരി ആൾക്കാരൊന്ന് കുളിക്കുന്നുണ്ട്. നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ആൾക്കാരിങ്ങനെ തിരക്ക് കൂടിക്കൂടി വരും. അപ്പോൾ ഒത്തിരി നേരം നിൽക്കണ്ടല്ലോ എന്ന് വെച്ചു. കുഞ്ഞുവാവ ഉണ്ടല്ലോ കൂടെ. നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഒരു കുരങ്ങൻ ഇരുന്നിട്ട് കോള കുടിക്കുന്നുണ്ടോ? അയ്യോടാ, നമ്മൾ ഇതാ തിരിച്ചിറങ്ങി കേട്ടോ. കുഞ്ഞാവ് ഇറങ്ങി. അപ്പോൾ ഇനി നമ്മളിവിടെ നിന്ന് പോവുകയാണ്. പാർക്കിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഈ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിനേക്കാളും ഭംഗി നമുക്ക് ഈ കാടിൽ കൂടി നടന്നു പോകുന്ന ഈ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതെന്തായാലും ആരും മിസ് ചെയ്യാതിരിക്കും ഇവിടെ വരുന്നവരും. ഇതാണ് മധുരൈ സ്പെഷ്യൽ ജിഗർ താണ്ട. നമ്മൾ വരുന്ന വഴിക്ക് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് നിർത്തിയപ്പോൾ അവിടെ ഒരു കടയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ കയറി 2 ഗ്ലാസ് ഓർഡർ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഫോക്കസ് ആവുന്നല്ലോ. ജിഗർദാണ്ടൊക്കെ കുടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ബോർഡ് കണ്ടത്. മുന്തിരിത്തോട്ടം. കമ്പത്ത് വന്നിട്ട് സത്യം പറഞ്ഞാൽ മുന്തിരിത്തോട്ടം കണ്ടില്ലെങ്കിൽ എന്താല്ലേ. നട്ടുച്ച സമയമാണെങ്കിൽ ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. വെയിലിന് നല്ല ചൂടുണ്ട്, എന്നാലും ആൾക്കാർ കുടയൊക്കെ ചൂടി ഇതിനകത്തേക്ക് എത്തിപ്പെടുന്നുണ്ട്. ഇവിടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഇതുപോലൊരു ഷോപ്പ് കാണാം. അവിടെ എനിക്ക് തോന്നുന്നു മുന്തിരി വൈനൊക്കെയാണ് കൂടുതലും വെച്ചേക്കുന്നത്. സുരുളിയിൽ നിന്ന് കമ്പത്തിനുള്ള ലൊക്കേഷൻ വെച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് പോകുന്നു. പക്ഷേ പോകുന്ന കഴിഞ്ഞാൽ കമ്പം ടൗണിലെത്തി കേട്ടോ. ടൗണിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇനി ഗ്രേപ്പ് യാർഡൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിലാണ് നടന്നത്. പക്ഷേ എന്തായാലും തിരിച്ചു വരുന്ന വഴിക്ക് നമുക്കൊരു ഗ്രേപ്പ് യാർഡ് കണ്ടു. നമ്മളവിടെ കയറിയിരിക്കുകയാണ്. കുറേ കാണുന്നുണ്ട് കേട്ടോ, നല്ല കളറിൽ. നല്ല വെയിലാണ്, ഇപ്പോൾ നട്ടുച്ച സമയത്താണ് കേട്ടോ, എന്നാലും കുഴപ്പമില്ല. അതിനകത്ത് ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്.
അങ്ങനെ നമ്മുടെ ഈ കൊച്ചി യാത്രയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കൂടുതൽ കാഴ്ചകൾ മറ്റൊരു വീഡിയോയിൽ കാണാം.